എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നെന്താ ഈ റോഡിലൂടെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കോളനി ഉണ്ട്. മലയിൽ അധിവസിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഒരു കോളനി പോലെ താമസിക്കുന്നുണ്ട്. നമുക്ക് അവരെ കുറിച്ചിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ച് തരും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം ഒട്ടും വൈകിട്ട് നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിക്കൊണ്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും വൈകണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെയാണ് ഇതിനു മുമ്പ് ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞ സ്ഥലം. ഈ ഭാഗത്താണ്. ഇവിടെ ഈ പാറകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഉരുൾപൊട്ടി വന്ന സ്ഥലമാണിത്, ഈ ഭാഗത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഉരുൾപൊട്ടിയത്. ഇപ്പോൾ നമ്മളെന്തായാലും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് ഒരുപാട് കയറാനുണ്ട്. അവിടെ ഒരു കോളനി, ആളുകൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടുതൽ ഭാഗത്ത് ബന്ധമില്ലാതെ ആ ഭാഗത്തായിട്ട് മാത്രം നിൽക്കുന്ന ആളുകളാണ് ഫുള്ള്. നമ്മളെന്തായാലും അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മരങ്ങളും റോഡൊക്കെ മേലെ വരെ ഉണ്ട്, പക്ഷേ ഫുള്ള് കല്ല് ആയിട്ടുള്ള റോഡുകളാണ്. മേലെ വരെ റോഡുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫുള്ള് ചുറ്റും മരങ്ങളാണ്. നമ്മൾ നടക്കുന്ന രണ്ട് സൈഡും വലിയ വലിയ മരങ്ങളാണ്. അതിൻ്റെ നടുക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുള്ള ടൈമാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓണത്തെ വേലാണ് ഇപ്പോൾ നമ്മളങ്ങനെ അറിയാം, പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കല്ലുള്ള വഴിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നല്ലൊരു കോൺക്രീറ്റിൻ്റെ റോട്ടിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇനി മേലെ വരെ കോൺക്രീറ്റ് ഉണ്ടെന്നാണ് ഇത് വിശ്വാസം. പോയി നോക്കാം. എന്തായാലും ഇടയിലൊക്കെ ചെറിയ എന്തായാലും നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ റോട്ടിലാണ് നിൽക്കുന്നത്. അത് കയറിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇത് ഇനി നേരെ മേലേക്ക് വലിയൊരു കുന്നാണ്. ഞങ്ങൾ മേലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ചുറ്റുമരങ്ങളാണ്. ഇപ്പോൾ മുമ്പിൽ കാണുന്നത് ഫുള്ള് വളരെ വലിയ മരങ്ങളാണ്. കുറച്ച് മുമ്പ് ചെറിയ ചെറിയ മരങ്ങളുണ്ട്. നിറച്ച് കുരങ്ങന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാരും പിന്നെ അങ്ങനെ കുറേ മൃഗങ്ങളെ ആവാസ സ്ഥലമാണിത്. പിന്നെ ഫുള്ള് കയറ്റാണ്. നല്ല മേലേക്കാണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടി മേലെ പോയാൽ നല്ല വ്യൂ ആണ്. അടിക്ക് ഡാമും മലകളും ഒക്കെ നല്ല വ്യൂ ആണ്. പൊളിയാണിത്. എനിക്ക് നോക്കിയാൽ കാണാം. അടിക്കൊരു കുണ്ടാണ്, വലിയൊരു കുണ്ടാണ് അടിക്കത്. കണ്ട ഒരു പാറ. ഈ പാറ ഇങ്ങനെ അടിവരെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. അടിക്കൊരു കുണ്ടാണ്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ്. ഇത് ആ വെള്ളം കാണുന്നത് ഫുള്ള് ഡാമിൻ്റെ ഭാഗങ്ങളാണ്. ഒരുവിധമൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. കുറച്ച് അപ്പുറത്തൊക്കെ നിറച്ചുണ്ട് വെള്ളം. ഇപ്പോൾ ഒരുവിധമൊക്കെ വെള്ളം നിറച്ചായിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നോക്കി കാണാം. ആ മലയും വാക്കോടം പറയണ മലയാണ് മുമ്പിൽ കാണുന്നത്. ബാക്കി ഇവിടെ ഫുള്ള് വെള്ളമാണ്. മരങ്ങളും ഫുള്ളാണ്, സെറ്റായിട്ടാണ് ഫുള്ള് നിൽക്കുകയാണ്. ഇവിടെ നോക്കിയതാണ് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവിടുന്ന് അടിയിൽ കുറേ തെങ്ങുകളും പിന്നെ ഫുള്ള് വെള്ളമാണ്. അടിയിൽ ഫുള്ള് കാണുന്നത് വെള്ളമാണ്. ആ വെള്ളം കാണുന്നത് ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് പുളി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളെന്തായാലും എന്നോട് പുളി പോയി എടുത്തിട്ട് വരട്ടെ. പുളിയാണ്, സെറ്റ് സ്ഥലമാണ്. ഫുള്ള് പൊളിയാണ്. കുന്നും മലകളും നടക്കാനൊക്കെ നല്ല രസമാണ്. ഒരു ഈ ഒരു ട്രക്കിങ് പോലത്തത് മല കയറുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളിയായിട്ട് സെറ്റാണ്. ഫുള്ള് മല കയറാൻ എല്ലാത്തിലും പൊളിയായിട്ട് എടുക്കും. ഒലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ
നല്ല തേക്കണം. കാരണം ഒരു അടിപൊളി സ്ഥലമാണിത്. ഒരു പുളിമരത്തിൻ്റെ അവിടെ എത്തി ഇതുണ്ടോ, അടിയിലൊരു കുഴിയാണ്, അവിടെയാണ് പുളി ഉണ്ട് പറഞ്ഞത്. ആ മരത്തുമ്പോൾ ഫുള്ള് പുളിയാണ്. ഇത് കാണാതാ പുളി കൊലകൊലയായിട്ട് നിൽക്കുകയാണ്, നിറച്ച് പുളിയാണ്. ഈ മരത്തുമ്പോൾ ഫുള്ള് പുളിയാണ്. നോക്കിയതാ ഫുള്ള് പുളിയാണ്, മരത്തുമ്പോൾ നിറച്ച് പുളിയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, അടിപൊളിയായിട്ട് ഫുള്ള് പുളിയാണ്. മരത്തിലേക്ക് എല്ലാവരും കയറുന്നുണ്ട് പുളി പറിക്കാനായിട്ട്. നിറച്ച് പുളിയതാ, നിറച്ച് പുളിയാ. എല്ലാവരും മരത്തിൻ്റെ മേലെ പുളി പറിക്കുന്ന തിരക്കിലാണ്. ഇവിടുന്ന് നോക്കിയ അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റായിട്ടൊരു വ്യൂ കിട്ടും, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു അടിക്കൊരു താഴത്തേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കുള്ള പുളി നിന്നായി, നമുക്കുള്ള പുളി നിന്നായി. എന്തായാലും നമുക്കിന്ന് കുറച്ച് പുളിയൊക്കെ പറിച്ചു. നമുക്കെന്തായാലും നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോവാം. അങ്ങനെ ഹലോ ഫ്രണ്ട്സ്, ഇതൊരു ചോലയാണ്, മലയിൽ നിന്ന് വെള്ളം വരുന്നൊരു ചോലയാണ്. നിറച്ച് പാറകൾ, ഒരു വൈബ് കഴിച്ചു. നല്ല വെള്ളം ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്, മഴക്കാലമൊക്കെ തീരാനായില്ലേ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ആ ചോല ഇതിങ്ങനെ പോണത്. എന്തായാലും നമുക്ക് നമ്മൾ കോളനിയിൽ പോകണം. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇത് വളരെ വലിയൊരു കയറ്റാണ്. നിങ്ങൾക്ക് നോക്കിയാണ്, വലിയൊരു കയറ്റാണിത്. ആ കയറ്റം ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളൊക്കെ സമ്മതിക്കണം. ഇവിടുത്തെ കുട്ടികളൊക്കെ ഓടി കയറുന്നുണ്ട്. നമുക്ക് തന്നെ ഇതാണ്, വലിയൊരു കയറ്റാണിത്, വളരെ വലിയ കയറ്റാണിത്. അപ്പം തന്നെ കയറിയപ്പോൾ തന്നെ ആകെ മടുത്ത്. ഇവർക്കുള്ള വഴി ശരിയാക്കി കൊടുത്ത ആദ്യം തന്നെ നമ്മുടെ ബഹുശ്രീ MP രാജേഷിന് ഏട്ടനും നന്ദി പറയാണ്.
ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും ആ മേലെ വരെ വഴിയുണ്ട്. ഇവർക്ക് എല്ലാ സൗകര്യത്തിനും പെട്ടെന്നൊരു ആവശ്യം വന്നാലൊക്കെ ഏറ്റവും കൂടുതൽ എന്താ ഈ റോഡും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഇന്നലെ നമുക്ക് മേലത്തെ കാഴ്ചകളിലേക്ക് പോകാം. മേലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അപ്പം മേലെ പോയിട്ട് നമുക്ക് അവിടെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ച് വീടുകളും ഒരുപാട് കുട്ടികളുമുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്തായാലും ഇവിടെ കുറച്ച് ഞങ്ങളൊക്കെ പഠിച്ച കൂട്ടുകാരന്മാരൊക്കെയാണ്. നമുക്ക് എന്തായാലും ചോദിച്ചേക്കാം. നിങ്ങളുടെ പേരെന്താ? ഇയാളുടെ പേര് രാകേഷ് എന്നാണ്. ചെറുപ്പം മുതലേ ഇവരൊക്കെ ഇവിടെ തന്നെയാണ് താമസം. എല്ലാവരും ഒരു കുടുംബം പോലെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളെ ഇപ്പോഴത്തെ കാലം ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക, ജാതിയും മതമൊക്കെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ ലൈഫ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊക്കെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുമിച്ച് കെട്ടായി നിൽക്കുന്ന എല്ലാവരും ഒരു വീടുകളായിട്ടാണ്. ഇയാൾ വരെ രാകേഷ് പറഞ്ഞ ചെക്കനാണ്, ഒരു ഏട്ടനൊക്കെ പറയാം, എന്നെക്കാൾ പ്രായമുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ഇയാളുടെ ലൈഫൊക്കെ എന്തായാലും ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് ഏട്ടൻ എന്തായാലും എല്ലായിടും പരിചയപ്പെടുത്തി തരാനിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടും ഈ ഭാഗങ്ങളിലെ വീടുകളും എല്ലാം നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്നും പിന്നെ കുറച്ച് വീടുകളൊക്കെ മേലെ കൂടെ ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇതിൻ്റെ മേലെ നോക്കി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ തന്നെ കാണാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് എന്തായാലും മേലോട്ട് പോയിട്ട് നോക്കാം.
ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നോക്കിയാൽ വ്യൂ നിങ്ങൾക്ക് കാണാം. അടിപൊളിയാണ്, വളരെ സൂപ്പറായിട്ടുള്ള പിക്കാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തുന്നു. കാഞ്ഞിരപ്പുഴ ഡാം പറഞ്ഞില്ലേ, ആ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കെട്ടിൻ്റെ അപ്പുറത്തേക്കുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്, മനോഹരമായ അടിപൊളി പിക്കാണ്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുവിധം കയറി മേലെ എത്തി. ഇപ്പോൾ ഡാമിൽ ഇവിടുന്ന് കണ്ട ഡാമിലൊക്കെ നിറച്ച് വെള്ളമുണ്ട്. ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളമില്ല, അതേ പ്രശ്നം. ഇപ്പോൾ എന്തായാലും നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ഇവിടെ പരിചയപ്പെടുത്തിയ രാകേശ്വരനെ ഏട്ടൻ ഇതെല്ലാം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. വളരെ അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. ഇവിടുന്ന് ഒരുപാട് ദ്വീപുകൾ ഇങ്ങനെ കാണാൻ, അടിയിൽ കൂടെ വെള്ളത്തിനടിയിൽ കൂടെ ഇങ്ങനെ പുറ്റുകളെ പോലെ കാണാം. അടിപൊളിയാണ്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ നമുക്ക് ഈ വ്യൂ ഇപ്പോൾ സമ്മാനിച്ചത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വളരെ പൊള്ളി വ്യൂ ആണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിഷ്വൽ കാണിച്ചത് ഞങ്ങളുടെ ക്യാമറയിലൂടെ ആണെങ്കിലും, പക്ഷേ ഇതൊക്കെ ഇവരാണ്, ഈ ഏട്ടനാണ്. ഈ ഏട്ടന് പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്, നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയതൊക്കെ. എന്തായാലും ആദ്യം ഞങ്ങൾ ഇവരോട് തന്നെ ഒരു താങ്ക്സ് പറയണു. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി കഴിഞ്ഞു. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരു കിടിലൻ ഗുഡ് ബൈ.